this video, we are going to solve a problem to convert epsilon NFA to NFA without epsilon moves. This is a P by Q of 2024 scheme. Here we have to convert this epsilon NFA table to an NFA without epsilon moves. Here we have to assume P is the start state and R is the final state. നമുക്ക് ഈ ട്രാൻസിഷൻ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാല് പി എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് 3 സ്റ്റേറ്റ് ആണുള്ളത്, പി ക്യു ആർ. ഇതിൽ പി സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്, ആർ ഫൈനൽ സ്റ്റേറ്റ് ആണ്. 4 ഇൻപുട്ട് ആണുള്ളത്. എപ്സിലോൺ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡയഗ്രാം തന്നാൽ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കാര്യമാണ്, ഡയഗ്രാം തന്നാൽ ട്രാൻസിഷൻ ടേബിളും ട്രാൻസിഷൻ ടേബിൾ തന്നാൽ ഡയഗ്രവും വരയ്ക്കണം. എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആവുക. നമുക്കിത് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ് ആണുള്ളത്. പി ക്യു ആർ. അതില് 6 ഫൈനൽ സ്റ്റേറ്റ് ആണ്, അത്രയും നമുക്കറിയാം. ഇനി പിന്ന് എപ്സിലോൺ ട്രാൻസിഷൻ ഇല്ല. എ ട്രാൻസിഷൻ പിയിലേക്ക് തന്നെയാണ്, ബി ട്രാൻസിഷൻ ക്യൂയിലേക്കാണ്, ആർ ട്രാൻസിഷൻ സി ട്രാൻസിഷൻ ആറിലേക്കാണ്. ഇനി ക്യൂനെ സംബന്ധിച്ചിടത്തോളം എ ട്രാൻസിഷൻ പിയിലേക്കാണ്, ബി ട്രാൻസിഷൻ ക്യൂയിലേക്ക് സെൽഫ് തന്നെയാണ്, പിന്നെ സി ട്രാൻസിഷൻ ഇല്ല. എപ്സിലോൺ ട്രാൻസിഷൻ പിയിലേക്കും എ ട്രാൻസിഷൻ ക്യൂയിലേക്കും പിന്നെ ബി ട്രാൻസിഷൻ ആറിലേക്കും സി ട്രാൻസിഷൻ ഇല്ല. ഇനി ആറിനെ സംബന്ധിച്ചിടത്തോളം എപ്സിലോൺ ട്രാൻസിഷൻ ക്യൂയിലേക്ക് എ ട്രാൻസിഷൻ സെൽഫ് ആണ്, ബി ട്രാൻസിഷൻ ഇല്ല, സി ട്രാൻസിഷൻ പിയിലേക്ക്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഡയഗ്രാം വരച്ചു. ഈ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എപ്സിലോൺ ക്ലോഷർ കണ്ടുപിടിക്കലാണ്. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ക്ലോഷർ ഓഫ് പി എന്ന് പറഞ്ഞാൽ പി എന്തായാലും ഉണ്ടാവും. ഈ ഡയഗ്രാം നോക്കുക. പിയിൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പോകുന്നുണ്ടോ? എങ്ങോട്ടും ഇല്ല. പി ടു ക്യൂ ട്രാൻസിഷൻ ഇല്ല, പി ടു ആറും ട്രാൻസിഷൻ ഇല്ല. ഓക്കെ, പി എന്ന് എപ്സിലോൺ ട്രാൻസിഷൻ ഇല്ലാത്തതുകൊണ്ട് എപ്സിലോൺ ക്ലോഷർ ഓഫ് പി എന്ന് പറയുന്നത് പി മാത്രമായിരിക്കും. ഇനി എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ ആണെങ്കിൽ ക്യൂ എന്തായാലും ഉണ്ടാവും. ദെൻ ക്യൂ എന്ന് എപ്സിലോൺ റീഡ് ചെയ്തിട്ട് എങ്ങടാ പോകുന്നത്? പിയിലേക്ക്. അപ്പൊ എന്തും കൂടെ ഉണ്ടാവും? പിയും കൂടെ, ക്യൂ പി അല്ലെങ്കിൽ പി ക്യൂ ഉണ്ടാവും. ഇനി അടുത്തത് എപ്സിലോൺ ക്ലോഷർ ഓഫ് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്സിലോൺ ക്ലോഷർ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ആർ എന്തായാലും ഉണ്ടാവും. ദെൻ ആറിന്ന് എപ്സിലോൺ റീഡ് ചെയ്തിട്ട് എങ്ങോട്ട് പോകും? ക്യൂയിലേക്ക് പോകുന്നുണ്ട്, അപ്പൊ ക്യൂ ഉണ്ട്. ദെൻ അപ്പൊ നമ്മൾ എപ്സിലോൺ റീഡ് ചെയ്ത് ക്യൂയിലെത്തി. ക്യൂന്ന് എപ്സിലോൺ റീഡ് ചെയ്തിട്ട് എങ്ങടാ പോണത്? പിയിലേക്ക്. അപ്പൊ ഒരു സ്റ്റേറ്റിന്റെ എപ്സിലോൺ ക്ലോഷർ എന്ന് പറഞ്ഞാല് ആ സ്റ്റേറ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ അതിന്ന് എപ്സിലോൺ റീഡ് ചെയ്ത് എവിടം വരെ പോകാൻ പറ്റോ അത്രയും ആ പാത്ത് കംപ്ലീറ്റ് നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യണം? എപ്സിലോൺ ക്ലോഷറിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഡാഷ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. സോ ഈ ഡെൽറ്റ ഡാഷ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാ ഡെൽറ്റ ഡാഷ് കണ്ടുപിടിക്കുക? സോ അതിന് മുന്നേ നമുക്ക് ഏത് ടേബിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം, ഈ NFA വിത്തൗട്ട് എപ്സിലോണിന്റെ ട്രാൻസിഷൻ ടേബിൾ ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ആ ട്രാൻസിഷൻ ടേബിൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു? സ്റ്റേറ്റുകൾ അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇൻപുട്ടോ എപ്സിലോൺ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻപുട്ടും ഉണ്ടാവും. എപ്സിലോൺ നമ്മൾ റിമൂവ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇത് ഫില്ല് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പി എ ആ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡെൽറ്റ ഡാഷ് ഓഫ് പി കോമ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് പി കോമ എ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ വരിക?
which means epsilon closure of delta of epsilon closure of p എന്താണ് p തന്നെ. അപ്പൊ delta of p, a. delta of p, a എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് മുന്നത്തെ ട്രാൻസിഷൻ ടേബിളിൽ നിന്ന് p, a അറിയില്ലേ? p, a എന്ന് പറയുന്നത് p തന്നെയാണ്. ഈ ക്ലോഷർ ഓഫ് p എന്ന് പറഞ്ഞാൽ p തന്നെ. സോ ഈ എൻട്രി നമുക്ക് p എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ഡെൽറ്റ ഡാഷ് ഓഫ് p, b കണ്ടുപിടിക്കണം. അതെങ്ങനെയായിരിക്കും? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് p, b. So ഇതെങ്ങനെ വരും? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് p എന്ന് പറയുന്നത് എപ്സിലോൺ ക്ലോഷർ ഓഫ് p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p തന്നെയാണ്. p, b വരും. അപ്പം എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് പി ബി എന്ന് പറഞ്ഞാൽ പി ബി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ക്യൂ. അപ്പം ബി എന്ന് പറഞ്ഞാൽ പി ക്യൂ ആണ് കിട്ടി. ഇനി ഡെൽറ്റ ഡാഷ് ഓഫ് പി, സി കണ്ടുപിടിക്കണം. അടുത്ത എൻട്രി. അപ്പൊ എന്ത് കിട്ടി? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ, സോറി പി, സി. എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ പി, സി. അതെന്താ വരിക? പി സി എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പൊ എന്ത് വരും? എപ്സിലോൺ ക്ലോഷർ ഓഫ് ആർ ഈസ് ഈക്വൽ ടു പി ക്യൂ ആർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ക്യൂ ആർ എന്ന് കിട്ടി. ഇതേപോലെ ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ആർ എ, ആർ ബി, ആർ സി കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ക്യു എ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ വൺ, ക്യൂ, എ. അതിൽ എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ പി ക്യൂ ആണ്. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ ഓഫ് പി, എ യൂണിയൻ ക്യൂ, എ കണ്ടുപിടിക്കണം. എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽറ്റ പി, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഓഫ് പി, എ എന്ന് പറഞ്ഞാൽ പി ആണ്. യൂണിയൻ ഡെൽറ്റ ക്യൂ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ ആണ്. സോ എപ്സിലോൺ ക്ലോഷർ ഓഫ് പി യൂണിയൻ എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ പി യൂണിയൻ പി ക്യൂ. എന്ത് കിട്ടി? പി ക്യൂ എന്ന് കിട്ടി. പി ക്യൂ. ഇതേ രൂപത്തില് ഡെൽറ്റ ഡാഷ് ഓഫ് ക്യൂ ബി കാണണം. പി ക്യൂ ആറിന്റെ എ ബി സി ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കിട്ടും. ഈ ഡെൽറ്റ പി എ എന്ന് പറയുന്നത് പി, പി ബി എന്ന് പറയുന്നത് പി ക്യൂ, പി സി എന്ന് പറയുന്നത് പി ക്യൂ ആർ, ക്യൂ എന്ന് പറയുന്നത് പി ക്യൂ, ബി എന്ന് പറയുന്നത് പി ക്യൂ ആർ, സി എന്ന് പറയുന്നത് പി ക്യൂ ആർ, ആർ എന്ന് പറയുന്നത് പി ക്യൂ ആർ, ആർ എ എന്ന് പറഞ്ഞാൽ പി ക്യൂ ആർ, ആർ ബി എന്ന് പറഞ്ഞാലും പി ക്യൂ ആർ, ആർ സി എന്ന് പറഞ്ഞാലും പി ക്യൂ ആർ. ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസിഷൻ ടേബിൾ, സോറി ട്രാൻസിഷൻ ഡയഗ്രം എൻ എഫ് എ വിത്തൗട്ട് എപ്സിലോൺ വരയ്ക്കാം. അപ്പൊ നമുക്കറിയാം പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ പിന്ന് എ ട്രാൻസിഷൻ പിയിലേക്ക് മാത്രമാണ്. ബി ട്രാൻസിഷൻ പിയിലേക്കും ഉണ്ട്, ക്യൂയിലേക്കും ഉണ്ട്. പിന്നെ സി ട്രാൻസിഷൻ
ഉണ്ട്, സി ഉണ്ട്, ആറിലേക്കും ഉണ്ട്. ഇനി ക്യൂ എന്ന് എയർ ട്രാൻസിഷൻ ക്യൂയിലേക്കും ഉണ്ട്, തിരിച്ച് പിയിലേക്കും ഉണ്ട്. ദെൻ ബി ട്രാൻസിഷൻ പിയിലേക്കുണ്ട്, ക്യൂയിലേക്കുണ്ട്, ദെൻ ആറിലേക്കും ഉണ്ട്. ബി ട്രാൻസിഷൻ. സി ട്രാൻസിഷനും അതേപോലെ പിയിലേക്കുണ്ട്, ക്യൂയിലേക്കുണ്ട്, ആറിലേക്കും ഉണ്ട്. ഇനി ആറെന്ന് എയർ ട്രാൻസിഷനും പിയിലേക്കുണ്ട്, ക്യൂയിലേക്കുണ്ട്, ആറിലേക്കും ഉണ്ട്. ദെൻ ബി ട്രാൻസിഷനും എല്ലാത്തിലേക്കും ഉണ്ട്. സി ട്രാൻസിഷനും എല്ലാത്തിലേക്കും ഉണ്ട്. ഇനി ഫൈനൽ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമ്മൾ ഡയഗ്രാം ഫുള്ള് വരച്ചു. ഇനി ഫൈനൽ സ്റ്റേറ്റ് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഓരോ ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് 6 ആണ്. അത് ഓൾറെഡി ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ ബാക്കിയുള്ള ഓരോ സ്റ്റേറ്റിന്റെയും എപ്സിലോൺ ക്ലോഷർ നോക്കാം. എപ്സിലോൺ ക്ലോഷർ ഓഫ് പിയില് പി മാത്രമേ ഉള്ളൂ. അതിൽ ഫൈനൽ 6 ഇല്ലാത്തത് കൊണ്ട് അത് ഫൈനൽ സ്റ്റേറ്റ് അല്ല. ഇനി എപ്സിലോൺ ക്ലോഷർ ഓഫ് ക്യൂ എന്ന് പറയുന്നതിൽ ക്യൂ മാത്രമേ ഉള്ളൂ, പിയും ക്യൂ മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്തില്ല, 6 ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് ക്യൂവും എന്തല്ല, ഫൈനൽ സ്റ്റേറ്റ് അല്ല. സോ ഈ NFAയില് നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് ഏത് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, 6 മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.